മുത്തുമണികളെ മാഷാല്ലാ ഈ വീട്ടിൽ അടിയത്തെ നിലയത്തെ വർക്കാണ്. ഇന്നലെ ഇട്ട വീഡിയോ നമ്മൾ മുകളിലത്തെ നിലയത്തെ വർക്കായിരുന്നു. വർക്ക് രണ്ടും ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ തീർത്തതാണ്. പക്ഷേ ഷോർട്സ് വീഡിയോ ആണ്ട് 2 വീഡിയോ ആക്കേണ്ടി വന്ന്. അപ്പോൾ അടിയത്തെ നിലയത്തെ വർക്കാണ്. ആ കാണുന്ന സീലിംഗ് ലേറ്റത്തിന് മരം കൊണ്ട് ചെയ്ത് അത് കംപ്ലീറ്റ് തൂത്തുക. ഈ ഫാന് തൂത്തുക, ആ മറ്റേ കർട്ടൻ്റെ മുകൾ ഭാഗം ഈ കാണുന്ന മരം കൊണ്ട് ചെയ്ത് ഇതൊക്കെ തൂത്തുക. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ തൂത്തുക. അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടോ ഏറെക്കുറെ നമ്മൾ വർക്ക് വീഡിയോ കൊടുത്തിട്ടുള്ളൂ. വീഡിയോ ലെങ്ത് അധികമാണ്, കൂടുതലും ബിഫോർ ആഫ്റ്ററാണ് നമ്മൾ കൊടുത്തത്. വർക്ക് വീഡിയോ കുറച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഫുൾ ആ ഗ്ലൂ കോട്ടിങ്ങിലൂടെയൊക്കെ ഇടയിൽ കൂടെ കൈയിട്ട് ബൾബൊക്കെ തോത്തി ഉയർത്തുള്ള എല്ലാം കംപ്ലീറ്റ്. പിന്നെ ഈ കാണുന്ന ഏരിയല്ലേ, ഈ കാണുന്ന കള്ളി ഫുൾ കംപ്ലീറ്റ് തോത്തുക. പിന്നെ ആ ഫാൻ തോത്തുക. പിന്നെ ഇവിടെയുള്ള ട്രോഫിയും അതിൻ്റെ അടിഭാഗം മുകൾ ഭാഗം എല്ലാം കംപ്ലീറ്റ് തോത്തി സെറ്റാക്കി കേട്ടോ. കണ്ടുള്ളി എന്തൊക്കെ വർക്ക്, അങ്ങനെ നമ്മൾ തൽക്കുന്ന വർക്ക് തുടങ്ങിയിന് ഓരോരോ വർക്കുകൾ തുടങ്ങി. മുത്തുമണികളെ അതിലൊക്കെ പൊടികളുണ്ട്. ചെറിയൊരു ഫാൻ ഉണ്ടല്ലേ, ഫാനൊക്കെ സെറ്റാക്കി എടുത്ത് നമ്മൾ തെളിങ്ങണതാ. പിന്നെ അതാ അടുത്തത് ബെഡ്റൂമൊക്കെ പോകുന്നൊരു പാസേജിലെ ഉയരങ്ങളിൽ അതേപോലെ ഒരു മരത്തിൻ്റെ വേറൊരു മോഡൽ, അതും ലൈറ്റ് അടക്കം അതും ചെയ്യാനുള്ളതാണ് നമുക്ക്. ഓക്കെ, അതുതാ ലെയറിൻ്റെ ഏറ്റവും ടോപ്പിന് അത്യാവശ്യം വൈറ്റുള്ള സ്ഥലത്താണ്, അതും തോത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എന്ന് അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ അൾമറിൻ്റെ സൈഡ് ഭാഗം, മുകൾ ഭാഗം, കർട്ടൻ്റെ മുകൾ ഭാഗം, ഫാന്, ഒരുപാട് സംഗതികളുണ്ട് തോത്താൻ. നമ്മൾ കാണുന്നതാണ് ബിഫോർ അൾമറിൻ്റെ മുകളുണ്ട്, വരച്ചാൽ വരെ വരുന്നത് അൾമറിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലേ, പേര് വരെ ഇതാ. പിന്നെ അതാ കർട്ടൻ്റെ മുകൾ ഭാഗം, മുകളിലത്തെ അതേപോലെ വർക്കുകൾ തന്നെ അടിയിലുള്ളത് ഉണ്ടല്ലേ, അതേ മോഡൽ തന്നെ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ തോത്തി കഴിഞ്ഞതാ സെറ്റ് കണ്ടല്ലേ, എങ്ങനെയുണ്ട് സെറ്റല്ലേ, ഏതല്ലേ കണ്ട മുകൾ ഭാഗം കണ്ടില്ലേ, കർട്ടൻ്റെ മുകൾ ഭാഗമാണ്. ആ പൊടിയിലെ സ്ഥലമൊക്കെ നമ്മൾ ഇതേപോലെ ആക്കി കൊടുത്തു. ഇനി നമ്മൾ ഫുള്ള് ബിഫോർ ആഫ്റ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോളി കണ്ടില്ലേ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഫാൻ, ഇതാണ് അവസ്ഥ. അടിയത്തെ ഫാൻ്റെ അടിയത്തെ നിലയത്തെ ഫുള്ള് ഇതിൽ പൊടി നിറഞ്ഞു നിൽക്കുക, വരച്ചാൽ വര പോകും. അതും നമ്മൾ സെറ്റാക്കി അതിൻ്റെ ആഫ്റ്റർ കാണിച്ചാൽ മുത്തുമണികളെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടല്ലേ, തെള്ളിങ്ങനതാ കണ്ണുക്ക് എത്തുക. പിന്നെ മുകളിലത്തെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സ്ഥലത്തൊരു ഗ്ലാസ് ഉണ്ട്, പുറത്തേക്കൊക്കെയാണ് ഉണ്ടല്ലേ, ഒരു മങ്ങന ഉണ്ടല്ലേ നിങ്ങൾ, അതാണ് അതിൻ്റെ അവസ്ഥ. അത് നമ്മൾ തോത്തിയതിന് ശേഷം കാണിച്ചു കേട്ടോ. ഏതാ ലുക്കില്ലേ, വേറെ ലെവല് ഉണ്ടല്ലേ. ഡബ്ബറിൻ്റെ പാലൊക്കെ അതാ കിളിറായി കാണുന്നത് വല്ലാത്തേതി. പിന്നെ അതാ കിച്ചണിൽ മുകൾ ഭാഗത്തുള്ള എല്ലാ റേക്കും സെൽഫിൻ്റെ മുകൾ ഭാഗം, സെൽഫിൻ്റെ ഉള്ളില്ല, മുകൾ ഭാഗം കംപ്ലീറ്റ് തൂത്ത്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് സെൽഫിൻ്റെ മുകൾ ഭാഗത്തെ അവസ്ഥ ഉണ്ടല്ലേ, ഫുള്ള് പൊടിയാണ്. ഇതാണ് റാക്ക്, ഇവിടെ നമ്മൾ തോത്തിയ സ്ഥലമാണ്, അവിടെ തോത്താത്ത സ്ഥലമാണ് ഉണ്ടല്ലേ, മാറ്റമാണല്ലോ. അതന്നെ ബിഫോർ ആഫ്റ്ററും. സെൽഫിൻ്റെ മുകൾ ഭാഗം നമ്മൾ കൂടുതൽ തെളിക്കാൻ കൊടുത്ത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഉയരങ്ങളിലെ അവസ്ഥ ഓരോ. പിന്നെ ലൈറ്റ് ഒക്കെ തോത്തി ഒക്കെ തെളിങ്ങണതാ. പിന്നെ മുത്തുമണികളെ ഓരോ തലക്കുന്ന അടുത്ത തോത്തിന് ഓരോ പണികൾ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമണികളെ നമ്മളെ വർക്ക് അങ്ങ് ഇതോടെ എങ്ങനെ ഫിനിഷ് ആവും. ഇപ്പോൾ തീരും നമ്മളെ വർക്ക്. അടിയത്തെ നിലത്തെ കംപ്ലീറ്റ് ഇതൊക്കെ ഓരോന്നിൻ്റെ ഇനങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടോ. ഇനങ്ങൾ ജനാതിൽ എത്രണ്ണാണോ അത്ര തോത്തിന്, വാതിൽ എത്രണ്ണോ അത്ര തോത്തിന്. അപ്പോൾ ഇതോടെ നമ്മൾ വൈബ് അങ്ങ് ഫിനിഷ് ആയി. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ.